ഹായ് ഹലോ. ഇന്നൊരു വാട്ടായിട്ട് ഡേ ആയിരുന്നേ. രാവിലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയാക്കുന്നത് പുട്ടും പഴവും പപ്പടമായിരുന്നു കേട്ടോ. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ഒരു 10-11 മണി ആയി കേട്ടോ. എന്നാൽ പിന്നെ കഴിച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ അമ്മക്കുട്ടി കഴിച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് തന്നെ ഞാനങ്ങ് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. വേറെ പുട്ട് എടുക്കുന്നൊന്നുമില്ല, അമ്മക്കുട്ടിയുടെ ബാക്കിയാണ് ഞാൻ കഴിക്കുന്നത്. എനിക്കാണെങ്കിൽ പുട്ട് അങ്ങനെ ഒരുപാട് ഇഷ്ടമില്ല കേട്ടോ. പുട്ട് കഴിച്ചാൽ ഒരു നെഞ്ചരിച്ചിലോ എന്തോ ഒരു ബുദ്ധിമുട്ടാണേ. പിന്നെ നമ്മൾ മധുരമില്ലാത്ത ചായ കേട്ടോ കുടിക്കുന്നത്. ഇപ്പോൾ ഡയറ്റ് ആയത് കാരണം മധുരവും എന്താ പറയുന്നത് എണ്ണയൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ദേ മധുരമില്ലാത്ത ചായയും പുട്ടും ഒക്കെ കഴിച്ചു കേട്ടോ. പുട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ചേട്ടായി കുറച്ച് മീൻ കൊണ്ടുവന്നേ. ചെങ്കലവ കേട്ടോ കൊണ്ടുവന്നത്, അതായത് നമ്മുടെ ചെമ്പല്ലിയെ. അങ്ങനെ ദേ ചെമ്പല്ലിയെല്ലാം വെട്ടി അകത്തുകൊണ്ട് വെച്ചപ്പോഴത്തേന് വെളിയിൽ ഭയങ്കര ബഹളം കേട്ടോ. കിട്ടുവിൻ്റെ അപരണവും എല്ലാം കൂടെ കിടന്നുകൊണ്ട് അടിയിടുന്ന സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അപ്പച്ചൻ കുറച്ച് ഉണ്ണിയപ്പം കൊണ്ടുവന്ന്. ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു അപ്പച്ചൻ. അങ്ങനെ ദേ നല്ല അടിപൊളി ഉണ്ണിയപ്പം കൊണ്ടുവന്നു. പക്ഷേ എന്താ എനിക്ക് കഴിക്കാനൊക്കത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പം എപ്പോഴും കൊണ്ടുതരാറുള്ളതാണേ. അപ്പോൾ അങ്ങനെ കിട്ടുവിന് ഇച്ചിരി കൊടുത്തു കേട്ടോ. കിട്ടുവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കിട്ടുവിന് എന്തെങ്കിലും കൊടുക്കുമ്പം പിന്നെ ഞാനെന്തിനാ വെറുതെ നോക്കിയിരിക്കുന്നത്, എന്നാൽ പിന്നെ ഒരു പഴം കഴിച്ചേക്കാമെന്ന് കരുതിയിട്ട് പഴം കഴിച്ചു കേട്ടോ. ഡയറ്റുള്ളവർക്ക് ഇതൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനത്തെ പഴം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വെച്ചേ. വെള്ളമാണ് എപ്പോഴും കുടിക്കുന്നത് എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്ത ആളാണ്. എന്നാലും ഞാൻ ഇപ്പോൾ ഡയറ്റ് ആയത് കാരണം ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് ശരണം. എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. വെള്ളമെല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ദേ മീനെല്ലാം റെഡിയായി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മുളകിട്ട് വറ്റിച്ചെടുത്ത മീൻകറി റെഡിയായി. എന്നാൽ പിന്നെ ചോറുണ്ടാക്കാമെന്ന് വെച്ചാൽ മീൻകറിക്ക് അതിൽ എനിക്ക് തലയാണ് കേട്ടോ മീൻകറിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അങ്ങനെ ദേ മീൻകറിയും വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും അച്ചാറും പപ്പടവും മോരും ഒക്കെ കൂട്ടിയിട്ട് ഊണ് കഴിക്കാമെന്ന് വെച്ച്. ഡയറ്റ് ആണെങ്കിൽ ഒരു നേരം ഞാൻ ചോറ് കഴിക്കും കേട്ടോ. കുറച്ച് ചോറ് കഴിക്കുവേ. ഇപ്പം ഈ സമയത്തൊക്കെ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ ചോറിനേക്കാൾ ഏറെ ഇച്ചിരി കറിയൊക്കെ കുറച്ചധികം എടുത്തിട്ടാണ് കേട്ടോ ചോറുണ്ണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറ് കുറച്ചെടുത്താലും നമുക്ക് വയറ് നിറയാനുള്ള ഒരു ഇതാകുമല്ലോ കറി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് നെല്ലിക്ക അടിച്ചു. അച്ഛൻ ടൂറ് പോയിട്ട് വന്ന സമയത്ത് കൊണ്ടുവന്നാണേ. കുപ്പി തുറന്നത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. മൂക്കിനുള്ളിലേക്ക് ഒരു ഗ്യാസ് കയറിയിട്ട് എൻ്റെ മൂക്ക് വരെ പൊങ്ങഞ്ഞു പോയി കേട്ടോ. എൻ്റെ നെറുകയിൽ കയറിയിട്ട് ആ ഒരു എരിവിൻ്റെ ആ ഒരു മണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് മോര് കുടിക്കാമെന്ന് വെച്ചിട്ടോ. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിന് മോര് കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അതേ ബ്രെഡും മധുരമില്ലാത്ത ചായയും കുടിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. വൈകുന്നേരം നമ്മൾ ഓട്സാണ് കഴിക്കുന്നത്.